അമ്മേ ഇത് നോക്കി, കാർത്തികയുടെ വെച്ചിട്ട് ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോ നോക്ക്. നല്ല രസമുണ്ട്. നീയേ ഇങ്ങനെ കൂട്ടുകാരികളുടെ കുട്ടികളുടെ ഫോട്ടോയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. നിനക്ക് മാത്രം കുടുംബവും വേണ്ട, കുട്ടികളും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു മടുത്തു കാവ്യേ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അവൾക്ക് നേരത്തെ തോന്നി അവളൊന്ന് കല്യാണം കഴിച്ചു. എനിക്ക് അതിനുള്ള മാനസികാവസ്ഥയൊന്നും എത്തില്ല. അങ്ങനെ വലിയ മാനസികാവസ്ഥയെ കുറിച്ച് ചിന്തിക്കാനേ നിനക്ക് 18 വയസ്സല്ല 30 വയസ്സ് കഴിഞ്ഞു. നിന്റെ കൂടെ പഠിച്ചിരുന്ന പിള്ളേരെ ഇപ്പൊ രണ്ടാമത്തെ കുട്ടിയെ കുറിച്ചാ ചിന്തിക്കുന്നത്. ഇവിടെ വലിയ ബിസിനസ്, കരിയർ, അതിനെ കുറിച്ചാ ചിന്തിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് ഇത്ര ബിസിനസിന്റെ ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല. നല്ല കല്യാണമൊക്കെ കഴിച്ച് സുഖമായിരിക്കേണ്ട പ്രായമായത്. അമ്മ കല്യാണം കഴിക്കാത്തോണ്ടോ കുട്ടി ഉണ്ടാകത്തോണ്ടോ എന്റെ ജീവിതം അങ്ങ് തീർന്നു പോവോ? അമ്മ എന്തിനാ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് എന്റെ ജീവിതം അളക്കുന്നേ? എടി, നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതെല്ലാം പറയുന്നത്. നാളെ ഞാൻ ഇല്ലാതായിപ്പോയാൽ നിനക്കൊരു കൂട്ട് വേണ്ടേ? നിന്റെ മറ്റു കൂട്ടുകാരെ പോലെയൊക്കെ നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കണ്ടേടി. അമ്മ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ ഹാപ്പിയാ. പിന്നെ അമ്മ പറയുന്ന പോലെ ഒരാളെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ആലോചിക്കാം. അതുവരെ എന്നെ ഇങ്ങനെ പ്രഷർ ചെയ്യരുത് പ്ലീസ്. എപ്പോഴാ മോളെ കല്യാണം? വയസ്സ് 10-30 കഴിഞ്ഞില്ലേ? ഞങ്ങൾക്കൊരു സദ്യ കഴിക്കാനുള്ള യോഗം ഇല്ലേ? അതിനിപ്പോ എന്താ അമ്മായി, സദ്യ എപ്പോഴെങ്കിലും കഴിക്കാമല്ലോ. അതിനിപ്പോ കല്യാണം കഴിച്ചോലെ കഴിക്കാവുന്നൊന്നും ഇല്ലല്ലോ. നല്ലൊരു ദിവസം നോക്കിയിട്ട് നമുക്ക് ഇലയിട്ട് നല്ലൊരു സദ്യ കഴിക്കാം. എന്താ പിന്നെ കല്യാണത്തിന്റെ കാര്യം അത് സംഭവിക്കേണ്ട സമയത്ത് അങ്ങ് സംഭവിച്ചോളൂ. അതൊക്കെ ശരി തന്നെ മോളെ. പ്രായം ഇത്ര ആയില്ലേ? പെൺകുട്ടികൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ചെക്കന്മാരെ കിട്ടാൻ പാടാ. ആലോചനകൾ കുറഞ്ഞാലും വേണ്ടില്ല അമ്മായി. എനിക്ക് ഞാനായിട്ട് എന്നെ അംഗീകരിക്കുന്ന ഒരാൾ വരുമ്പോ മതി. ഇനിയിപ്പോ തെറ്റായ ഒരാൾ വരുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ശരിയായ സമയത്ത് നല്ലൊരാളെ കിട്ടുമ്പോൾ നമുക്ക് നോക്കാം. നിനക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നും. എപ്പോഴും ഇങ്ങനെ ഇരിക്കുവോ? ഒറ്റയ്ക്കാവുമ്പോഴേ എൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് നല്ല സമാധാനമുണ്ട്. ആ സമാധാനം കളയാത്ത ഒരാൾ വരുമ്പോൾ നമുക്ക് നോക്കാം. അന്ന് ഞാനൊരു ഗംഭീരമായിട്ടൊരു സദ്യ തരും. ഇപ്പോ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. പോട്ടെ അമ്മായി. എന്താ കാവ്യേച്ചി, നീ കേട്ടില്ലേടി അവർ ചോദിച്ചത്? കല്യാണം കഴിഞ്ഞില്ലേ, സദ്യ തരുന്നില്ലേ, 30 വയസ്സായില്ലേ? ഈ നാട്ടുകാർക്കൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞ് സദ്യ കഴിക്കാൻ എന്താ ഇത്ര ധൃതിയുണ്ട്? അതിന് ചേച്ചി ഇതൊന്നും കേട്ട് തളർന്ന കൂട്ടത്തിലല്ലോ. പുറമേക്ക് ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുമെങ്കിലും എനിക്കുള്ളിൽ വല്ലാത്ത പേടിയുണ്ട്. പേടിയോ ചേച്ചിക്കോ? അതേടി, 30 വയസ്സ് കഴിഞ്ഞെന്ന് നാട്ടുകാർ പറയുമ്പോൾ എനിക്കൊരു വിഷമമൊന്നുമില്ല. പക്ഷെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് അവരെൻ്റെ കാര്യത്തിൽ ഭയങ്കര ആശങ്കയാണ്. അവർക്ക് നാട്ടുകാരോട് മറുപടി പറഞ്ഞ് മടുത്തു. അതിനിപ്പോ ചേരുന്ന നല്ലൊരു ആലോചന വരണ്ടേ? അതേടി, നാട്ടുകാരുടെ ഈ നിർബന്ധം കൊണ്ട് പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം എന്താവും? പ്രായമായെന്ന് കരുതി മാനസികമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത ഒരാളുടെ കൂടെ ബാക്കി ജീവിതം ജീവിക്കാന്ന് പറയുന്നതേ ഏറ്റവും വലിയ നരകടി. അത് ശരിയാ ചേച്ചി. നമ്മളൊരു തെറ്റായ റിലേഷൻഷിപ്പ് ചെന്ന് ചേർന്നേക്കാളും എത്ര നല്ലതാണ് നമ്മുടെ കരിയർ നോക്കി ഇങ്ങനെ സിംഗിൾ ആയിട്ട് ജീവിക്കുന്നത്. അതൊക്കെ പറയാൻ എളുപ്പമാടി. പക്ഷേ ഈ സൊസൈറ്റി നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. കല്യാണം കഴിയാത്ത പെണ്ണുങ്ങൾക്ക് എന്തോ കുറവുണ്ടെന്ന രീതിയിലാണ് എല്ലാവരുടെ നോട്ടം. എനിക്ക് എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ സ്വപ്നങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളെ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനൊരു ചിന്ത വരുമ്പോൾ ശരിക്കും മനസ്സിൽ ഭയങ്കര ശൂന്യത അമീരെ. മോളെ ഇന്നെന്താ നേരത്തെ ചായ കുടിച്ചോ? ചായ ഞാൻ ഓഫീസിൽ പോയിട്ട് കുടിച്ചോളാം അച്ഛാ. മോളെ ഇന്നലെ വത്സലയെ കണ്ടിരുന്നു അമ്മ പറഞ്ഞു. മോക്കറിയാലോ ഈ നാട്ടുകാരുടെ കാര്യമൊക്കെ. അതല്ല അച്ഛാ, എല്ലാവരുടെ ജീവിതത്തിലും ഓരോന്ന് സംഭവിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാത്രം ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊരു പേടി. മോളെ, ജീവിതം ഒരു മത്സരമല്ല. നിന്റെ കൂട്ടുകാരികൾ വിവാഹം കഴിച്ചതും കുട്ടികളുണ്ടായതും അത് അവരുടെ ശരിയായ സമയത്താണ്. നിന്റെ ശരിയായ സമയം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യം നോക്കി നീ വിഷമിക്കണ എന്തിനാ മോളെ? പക്ഷെ എൻ്റെ പ്രായം മോളെ, ഈ വയസ്സ് എന്ന് പറയുന്നത് വെറും ഒരു അക്കം മാത്രമാണ്. 25-ാം വയസ്സിൽ വിവാഹം കഴിച്ച് 30-ാം വയസ്സിൽ സമാധാനമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിനക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തി സന്തോഷത്തോടെ ജീവിക്കുന്നത്. മോളെ, നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത്, അല്ല നാട്ടുകാർ കൊടുക്കുന്ന ഒരു നേരത്തെ സദ്യയല്ല. അച്ഛന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? വെറുതെ ഇന്നലത്തെ എൻ്റെ ഉറക്കം പോകില്ലായിരുന്നു. മോളിപ്പോൾ ധൈര്യമായിട്ട് പോക്കോ. നിനക്ക് ചേരുന്ന ഒരാൾ വരും. അപ്പോൾ നമുക്ക് വത്സലയെ വിളിച്ച് നല്ലൊരു സദ്യ കൊടുക്കാം. എന്താ പോരെ?
നിനക്ക് നിന്റെ സന്തോഷം മാത്രം നോക്കിയാൽ മതില്ലോടി. എന്റെ കാര്യം വരുമ്പോ ആര് സമാധാനം പറയും? ഹലോ, പറഞ്ഞതിൽ എന്താ അഞ്ജലി, നീ നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോ? എന്റെ വീട്ടിൽ നിന്ന് ഈ മാസം വരുമെന്നാ പറയുന്നത്. എന്ത് അവതരിപ്പിക്കാൻ? ഇവിടെ വലിയ തത്വചിന്തകളാ നടക്കുന്നത്. ചേച്ചിക്കാണെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു കുലുക്കവും ഇല്ല. അച്ഛനാണെങ്കിൽ ഫുൾ സപ്പോർട്ട്. ചേച്ചിയുടെ കല്യാണം കഴിയാതെ നമ്മുടെ കാര്യം മിണ്ടാൻ പറ്റില്ല എന്ന് നിനക്കറിയില്ലേ? നീ വിഷമിക്കാതെ എടി, എന്റെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് വേണ്ടി നല്ല പ്രഷറുണ്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞ അവരിത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അതാ എന്റെ ഏറ്റവും വലിയ പേടി. ചേച്ചി അവളുടെ കരിയർ നോക്കി അവിടെ ഇരുന്നോളും. ഇതിനിടയിൽ നശിക്കുന്ന എന്റെ ജീവിതമാണ്. അതിവിടെ ആർക്കും അറിയണ്ടല്ലോ. നീ എണീറ്റോ? കാവ്യ പോയത് നീ കണ്ടില്ലേ? കാവ്യ, നിങ്ങൾ എല്ലാവരും കൂടി അവളെ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ച് കൊഞ്ചിച്ച് വഷളാക്കിയിരിക്കുന്നത്. അമ്മ, ചേച്ചിക്ക് കല്യാണം വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാൻ പറ, എന്നിട്ട് എന്റെ കാര്യം നോക്ക്. എടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. മൂത്തോളം നിൽക്കുമ്പോൾ ഇളയുള്ള കല്യാണം നടത്താൻ പറ്റില്ല. അത് ഇവിടെ നടക്കൂല. എന്തുകൊണ്ട് നടക്കില്ല അമ്മ? അവക്ക് 40 വയസ്സാവുന്നവരെ ഞാൻ കാത്തിരിക്കണമെന്നാണ് പറയുന്നേ. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമുണ്ടല്ലോ, അപ്പൊ എനിക്കും ഉണ്ട്. അതൊക്കെ പോട്ടെ. അല്ല, ഹസ്ബൻഡ് എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഞാൻ ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത്. കല്യാണം കഴിച്ചിട്ടില്ല. അതെങ്ങനെ ശരിയാവും? ഞങ്ങളിവിടെ ഫാമിലീസിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾക്ക് വില്ല കൊടുക്കേണ്ടെന്ന അസോസിയേഷൻ്റെ തീരുമാനം. ഈ ബാച്ചലറായ പെൺകുട്ടികളാകുമ്പോൾ നിരവധി പ്രശ്നങ്ങളാണെന്ന്. ലേറ്റായിട്ട് വരിക, പിന്നെ പലരും അവിടെ അന്വേഷിച്ച് വരിക, എന്തിനാ നാട്ടുകാരെ കൊണ്ട് അത് ഇതൊക്കെ പറയും. അതുകൊണ്ടാണ് ഇവളൊരു വർക്കിംഗ് പ്രൊഫഷണലാണ്. കൃത്യമായിട്ട് വാടക തരും. പിന്നെ രാത്രി വൈകി വരുന്നത് അവളുടെ ജോലി കാരണം. അതൊരു കുറ്റമാണോ? അവളുടെ വീട്ടിൽ ആരൊക്കെ വരണമെന്നുള്ളത് അവളുടെ ഇഷ്ടമല്ലേ? ഇവൾക്ക് പോയ ഒരു ആണായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നോ? അത് പിന്നെ ആണും പെണ്ണും ഒന്നല്ലല്ലോ. നിങ്ങളൊക്കെ ആകുമ്പോൾ സുരക്ഷയുടെ പ്രശ്നമുണ്ടേ, സെക്യൂരിറ്റി. ഏത് നിങ്ങളുടെ സേഫ്റ്റിയും കൂടെ നമ്മൾ നോക്കണമല്ലോ. പിന്നെ ഈ വില്ല തന്നെ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ പോയി കല്യാണം കഴിച്ച് വെച്ചുമ്പോ, അല്ല ഞാൻ എന്നാ പറയാൻ. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്ന നിങ്ങളുടെ പാർട്ടിയുള്ള ഈ നാട്ടിലെ ഒരു പെണ്ണിന് കിടക്കാൻ ഒരിടം വേണമെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. വിവേചനം കാണിക്കുന്ന ഇത്തരം ഇടങ്ങളിലെ ഞങ്ങൾ നിൽക്കാറില്ല. മതി, വാ. ഹലോ. ഹായ് കാവ്യ, ഞാനാ വിവേക്. നമ്മളെപ്പോഴാണ് നേരിട്ട് കാണുന്നത്? ഐ എം സോറി, എനിക്ക് മനസ്സിലായില്ല. നമ്മൾ നേരിട്ട് കാണാമെന്ന് പറഞ്ഞിരുന്നോ? നിങ്ങളെ ക്ലയൻ്റ് ആണോ? ഇതെന്താ കാവ്യ ഇങ്ങനെ? രാവിലെ പോലും നമ്മൾ ചാറ്റ് ചെയ്തതല്ലേ? മാട്രിമോണിയിൽ പ്രൊഫൈൽ കണ്ടിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചത്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ കേട്ടപ്പോൾ എനിക്കും ഇഷ്ടമായി. നേരിൽ കാണാമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? മാട്രിമോണിയല്ലോ? ഞാനോ? നിങ്ങൾക്ക് എന്തോ തെറ്റ് പറ്റിയതാ. ഞാനൊരു സൈറ്റിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത് കൊള്ളാമല്ലോ. നിങ്ങൾ ആളെ കളിയാക്കാണോ? നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോട്ടോ, എന്നിട്ട് എന്നോട് ചാറ്റും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ അറിയില്ലെന്നോ? അതെ, നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങൾ എന്നെ ആരെങ്കിലും പറ്റിച്ചതായിരിക്കും. എന്തായാലും എനിക്ക് നിങ്ങളെ കാണാനോ സംസാരിക്കാനോ ഇപ്പോൾ താല്പര്യമില്ല. ഓക്കെ? അഞ്ജലി, നീ എന്തടി കാണിച്ചു വെച്ചിരിക്കുന്നത്? എടി, എന്റെ പേരിൽ മാട്രിമോണിയൽ സൈറ്റിൽ ഒരു പ്രൊഫൈൽ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ചേച്ചി, നിന്റെ കല്യാണം നടക്കാൻ നമ്മൾ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. എന്തായാലും നീ സമ്മതിക്കില്ലെന്ന് നമുക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ആ ചേട്ടൻ നല്ല ആളാണ്, ബിസിനസ്സുകാരനാ. സംസാരിച്ചപ്പോ നിനക്ക് ചേരുന്ന ആളാണെന്ന് തോന്നി, അതാ. നിനക്കത് ഭ്രാന്താണോ? എനിക്ക് കല്യാണം ആലോചിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? നീ എന്തിനാടി ഈ പ്രൊഫൈൽ ഉടക്കി നാട്ടുകാരെ പറ്റിക്കുന്നേ? നിന്റെ ആദർശം കാരണേ നശിക്കുന്ന എന്റെ ജീവിതമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പോലും വിവാഹം ചെയ്യാൻ പറ്റില്ല എന്നായോ? നിനക്ക് വേണ്ടി ഞാൻ എന്തിനാ എന്റെ ജീവിതം ഹോമിക്കുന്നേ? അഞ്ജലി പറയുന്നതിനെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക് കാവ്യ. അവൾക്കും കാണുന്ന ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങള്. നീ ഇങ്ങനെ ഒഴിഞ്ഞുമാറി നടന്ന അവളെ കാര്യങ്ങളെല്ലാം നടക്കുവോ? അതിന് എന്നെ ഇങ്ങനെ ചതിക്കണമായിരുന്നു അമ്മ. ഒന്നും അറിയാത്ത ഒരാളുടെ മുന്നിൽ എന്തിനാ എന്നെ ഇങ്ങനെ നാണം കെടുത്തിയ? മോളെ, അഞ്ജലി ചെയ്തത് തെറ്റായിരിക്കാം. നിന്നെ നിർബന്ധിക്കാനും ആർക്കും അധികാരമില്ല. പക്ഷെ നീ കാരണം നിന്റെ അനിയത്തിയുടെ ജീവിതം വഴിമുട്ടരുത്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ?
അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്കേ അഞ്ജലിയുടെ കല്യാണം അങ്ങ് നടത്താം. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ അവളുടെ കല്യാണം നടത്താമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അവൾക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ നമുക്കത് നടത്തി കൊടുത്തൂടെ? അതെങ്ങനെ മോളെ ശരിയാവുന്നത്? നാട്ടുകാർ എന്തോ പറയും? മൂത്തോളെ നിൽക്കുമ്പോൾ ഇളയോളെ പറഞ്ഞു വെച്ചാല് നിനക്കെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അവർ പറയുള്ളൂ. അങ്ങനെയുള്ളവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. നമുക്ക് അഞ്ജലിയുടെ സന്തോഷമല്ലേ വലുത്. മോക്ക് സങ്കടമാവില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. എനിക്കെന്ത് സങ്കടം? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഹലോ, ഹായ് കാവ്യ, വിവേകാണ്. ആ മാട്രിമോണിയൽ കോൾ മനസ്സിലായോ? ആ അഞ്ജലി എന്നോടെല്ലാം പറഞ്ഞു. അല്ലല്ല, അവളുടെ ഒരു കുസൃതിയായിട്ടേ ഞാനതിനെ കാണുന്നുള്ളൂ. പക്ഷേ കാവ്യ, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. പക്ഷേ വിവേക്, ഞാനിപ്പോൾ ഒരു കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, നമുക്ക് നെക്സ്റ്റ് വീക്ക് ഒന്ന് കണ്ടാലോ? മറത്തൊന്നും പറയരുത്. ആ ലൊക്കേഷൻ ഞാനൊന്ന് ആലോചിച്ചിട്ട് അയക്കാം. ശരി ശരി, അപ്പോൾ ഓക്കെ ഓക്കെ, ബൈ. അല്ല, ഹലോ ഹലോ, ആ കാവ്യ, എത്ര നാളായി കണ്ടിട്ട്? എന്താ ഇവിടെ? ഞാനൊരാളെ കാണാൻ വേണ്ടി വന്നതാ. പുള്ളി എത്തിയില്ലെന്ന് തോന്നുന്നു. അല്ല, സിദ്ധു ഇപ്പം നാട്ടിലെത്തി. കല്യാണമൊന്നും കഴിച്ചില്ലെന്ന് അറിഞ്ഞു. പഴയതൊക്കെ ഇപ്പോഴും പണ്ടൊരാളെ മനസ്സിൽ കൊണ്ട് നടന്നല്ലേ, ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണാൻ പെട്ടെന്ന് കഴിഞ്ഞില്ല. നിനക്കൊരു കല്യാണം കഴിക്കായിരുന്നു. മുടിയൊക്കെ പോയി. പ്രായം പോകുന്ന നമ്മളൊന്നും അറിയില്ല സിദ്ധു. കല്യാണം കഴിക്കാത്തത് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. നമ്മൾ പണ്ട് പിരിഞ്ഞതിന് ശേഷം എനിക്ക് ജീവിതത്തോടൊരു വല്ലാത്ത വാശിയായിരുന്നു. എന്തൊക്കെയോ നേടി, പക്ഷേ അതിനിടയ്ക്ക് ജീവിതം മറ്റൊരാളുമായിട്ട് പങ്കിടാൻ ഉള്ള മനസ്സുണ്ടായില്ല. നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയോ കാവ്യ? വിവേകിനെ കാണുന്നില്ലല്ലോ. നീ ആരെയാ നോക്കുന്നത്? വിവേകിനെയാണോ? വിവേകിനെ സിദ്ധുവിനെ എങ്ങനെ അറിയാം? നീ അന്വേഷിച്ചു വന്ന വിവേക് അത് ഞാനാണ്. മാട്രിമോണി സൈറ്റിൽ നിന്റെ പ്രൊഫൈൽ കണ്ടപ്പോൾ ഞാൻ ആദ്യം സർപ്രൈസ് ആയിപ്പോയി. നീയാണെന്ന് കരുതിയാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ പിന്നീട് അറിഞ്ഞത് നിന്റെ സഹോദരി അഞ്ജലിയാണെന്ന്. അഞ്ജലിയെ പറഞ്ഞത് നിന്നെ ഒന്ന് നേരിട്ടൊന്ന് കാണാൻ. എനിക്ക് നാട്ടുകാരുടെയും വീട്ടുകാരുടെ ഒക്കെ പ്രഷറുണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ. പക്ഷെ നല്ലൊരാളെ കണ്ടെത്തിയില്ല. പിന്നെ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, കാത്തിരുന്ന ശരിയായ ഒരാൾ വരുമെന്ന്. എന്നിട്ട് ആളെ കണ്ടെത്തിയോ? കണ്ടെത്തിയെന്ന് തോന്നുന്നു. പക്ഷെ ഒരു 10 വർഷത്തെ ലാഗുണ്ട്. പണ്ട് നമ്മൾ പിരിഞ്ഞത് നമുക്ക് തീരെ പക്വതയില്ലാത്തൊരു കാലത്തായിരുന്നു. പക്ഷെ ഇന്നങ്ങനല്ല. ഇന്ന് നമുക്ക് നമ്മളെ തന്നെ നന്നായി അറിയാം. നീ എനിക്ക് വേണ്ടി കാത്തിരുന്നതാണോ അതോ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളെ ഈ കണ്ടുമുട്ടൽ അതൊരു നിമിത്തമാണ്. നല്ല കാര്യങ്ങൾ നടക്കാൻ അല്പം വൈകിയാലും അത് നല്ലതിനായിരിക്കും എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി.